അപ്പോൾ അത് ഒരു മുള്ളങ്കിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് ചീകിയെടുക്കണം. വൈറ്റമിൻസുകളുടെ കലവറ തന്നെയാണ് മുള്ളങ്കി. അപ്പോൾ ഇത് ഒട്ടുമിക്ക കുട്ടികളും ഇത് കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരത് നന്നായിട്ട് കഴിച്ചോളും. ഉപ്പിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമുളക് എടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിയുടെ ഇല, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ലേശം നല്ല ജീരകം, അത് വെറുതെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതിലിട്ടു എന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇത്രയേ വേണ്ടൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം അയമോദകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ളത് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അത് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. ഞാനിന്നിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവ് വെച്ചിട്ടും പിന്നെ കടലപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ തൈരും പുതിനയൊക്കെ ചേർത്തിട്ടുള്ള ചട്നിയും നല്ല കോമ്പിനേഷനാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, താല്പര്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കുഴയ്ക്കണം നന്നായിട്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മുള്ളങ്കി കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണിത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ കയ്യിൽ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം ഈ മാവ്. കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും ഈ ഒരു പരുവത്തിലെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഓരോ ഉരുളകളായിട്ട് കുഴച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൂടുതൽ പൊടിയിട്ടതിന് ശേഷം പരത്തിയെടുക്കുക. അപ്പോൾ പരത്താനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് ഒരു ഷേപ്പിലൊക്കെ കിട്ടിയാൽ മതിയാവും. എന്നിട്ട് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറോ ഓയിലോ ചേർക്കാം, പക്ഷേ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ 2 ഭാഗവും ഓയിൽ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ബട്ടർ തടവി കൊടുക്കണം. അങ്ങനെ ഞാനിത് എല്ലാതും പരത്തിയെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു 8 പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ടിഫിനിലേക്കും നമുക്ക് നാസ്ത കഴിക്കാനായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ല ഹെൽത്തി ഫുഡുകൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ എല്ലാതും പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. കാണുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചൂടാറിയിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. ചൂടോടെയും സോഫ്റ്റൊക്കെ തന്നെ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും അത് കുറച്ച് ഡ്രൈ ആണോ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ അത് എല്ലാതും ഞാൻ പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞിനുള്ളത് 2-3 പൊറോട്ട ഞാൻ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലേക്ക് വെക്കുന്നുണ്ട്. കൂടെ ഞാൻ അവന് കഴിക്കാൻ ടൊമാറ്റോ സോസാണ് കൊടുക്കുന്നത്. അവന് ചട്നി അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസാണ് ഇതിന് വെച്ചേക്കണത്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എനിക്കും ഇന്ന് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടുള്ള മുള്ളങ്കി പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്.